അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാമ്പ് ഒന്നാം ദിനം വളരെ പ്രൗഢമായി അവസാനിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒന്നാം ദിനം അവസാനിച്ച് ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ പോവുകയാണ്. ഇനി ഒരു 5 ദിവസം ഇവിടെ ഇംഗ്ലീഷ് ഒരു ജ്വരമായിരിക്കും. ഇംഗ്ലീഷിൻ്റെ ഒരു മാസ്മരിക ലോകത്ത് അവരത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഏതായാലും നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാമ്പ് ഒന്നാം ദിനം അവസാനിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ക്യാമ്പൊക്കെ? സൈദന്ത പാട് അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? ഉഷാറാണ്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്യാമ്പിൻ്റെ ഒന്നാം ദിനം എങ്ങനെയുണ്ട് ഷാഹിദ്? നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ നിങ്ങൾ കണ്ടിന്യൂ. പിന്നെ ഇംഗ്ലീഷ് ധൈര്യത്തോടെ പറയാണെന്ന് ഒരു ധൈര്യം കിട്ടിയില്ലേ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആരുടെ മുമ്പിലും പറയാൻ കഴിയും അല്ലേ? ഇനി നമ്മൾ കൂടുതൽ പഠിച്ചാൽ മതി അല്ലേ? മുസ്തഫ, എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ്? അടിപൊളിയാണ്. ഇംഗ്ലീഷ് കുറച്ച് സംസാരിക്കാൻ കഴിയുമെങ്കിലും സാറ് വന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ പഠിക്കും കിട്ടിയില്ലേ? മൊത്തത്തിലൊരു ധൈര്യം കിട്ടി പറയാനല്ലേ? പിന്നെ ഫാസിലെ സാറിൻ്റെ ക്ലാസ്സിൻ്റെ ലെവൽ എങ്ങനെയാണ്? അടിപൊളി മെത്തേഡൊക്കെ എങ്ങനെ? ആ, ഏതൊക്കെ മോഡലിലാണ് സാർ ക്ലാസ് എടുക്കണത്? എങ്ങനെയൊക്കെ? നല്ലൊരു വൈബാണ്. ആ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഫീൽ ചെയ്യണത് അല്ലേ? നല്ലൊരു അടിപൊളി മനോഹരമായ ഓർമ്മകൾ അല്ലേ? മധുരിക്കുന്ന ഓർമ്മകൾ. ഫസ്റ്റ് കണ്ടപ്പോൾ അത് ഇതിപ്പോൾ എത്രത്തോളം സെറ്റപ്പ് ഉണ്ടോ എന്ന് തോന്നിയില്ല അല്ലേ? പിന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ പിന്നെ ചില്ലായി മൊത്തത്തിൽ അല്ലേ? അനീസ എങ്ങനെയുണ്ട്? ഷെയറാണ്. സാറിൻ്റെ ക്ലാസ് അടിപൊളിയായിരുന്നു. ആ, സാറ് ഫസ്റ്റ് വന്നപ്പോൾ അങ്ങനെ അറിയില്ല, പിന്നെ ക്ലാസ് ഓക്കെ. അപ്പോൾ അതാ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഓരോരുത്തരോടും നമ്മൾ ഫീഡ്ബാക്ക് ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ നമ്മുടെ ഹിഫ്ള് വിദ്യാർത്ഥികളും 8ാം ക്ലാസ് 9ാം ക്ലാസ് അതുപോലെ +1 +2 എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും മാക്സിമം പിന്നെ ഇംഗ്ലീഷ് ഒരു ലെവലിൽ വൈബായിട്ട് പഠിക്കാനുള്ളൊരു പിന്നെ ഊർജ്ജത്തിലും ആവേശത്തിലൊക്കെയാണ് ഒന്നാം ദിനം അവസാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വർക്കുകളും പ്രാക്ടീസൊക്കെ ആയിട്ട് നമ്മൾ സജീവം. അപ്പോൾ ഉഷാറാവൂലേ? ആർ യു റെഡി ടു സ്പീക്ക് ഇംഗ്ലീഷ്? ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ ഓക്കെ, ബൈ.